ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ റിയാലിറ്റി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗ്രേസമ്മയും മാമച്ചായനും കൂടെ ചെന്ന് ആ വീട്ടുകാരുടെ മുന്നിലിരുന്ന് ഇങ്ങനെ അലീനയ്ക്ക് വേണ്ടി യാചിക്കുക. അപ്പോൾ പല രീതിയിലും അവർ സംസാരിച്ചു. പക്ഷേ ഇവർക്ക് നേരത്തേക്കും അത് കേട്ടിട്ട് അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പീഡന കേസായതുകൊണ്ട് ഇത് നാറ്റക്കേസാകും, ഇതിനകത്ത് തലയിടാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നവർ. അപ്പോൾ ആ പെങ്കൊച്ചെന്ന് പറഞ്ഞ പാവം പിടിച്ചൊരു പെങ്കൊച്ചാണെന്നും അതിന് ആരും ഏതും ഇല്ലാത്തത് കൊണ്ടാണ് അവരിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക. അപ്പോൾ എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്തിയേ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ അങ്ങോട്ട് പറയുക കേട്ടോ. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആ പെങ്കൊച്ചിൻ്റെ ഹസ്ബൻഡും വീട്ടുകാരും പറഞ്ഞു, നമുക്ക് എനക്കേട് വരുന്ന രീതിയിലൊന്നും ചെയ്യേണ്ട, വിളിച്ചൊന്ന് ചോദിച്ചു നോക്കാലോ മോളെ, എന്നെ പ്രശ്നമൊന്നും ചോദിച്ചു നോക്കാലോ എന്ന് പറഞ്ഞു മരുമോളോട്. അപ്പോഴേക്കും ആ പെങ്കൊച്ചി എന്ന് അച്ഛനെ വിളിച്ചു. അപ്പോൾ അച്ഛനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛനാണെങ്കിൽ, മോളെ ഇതിനകത്ത് നമുക്ക് ഇടപെടാൻ പറ്റത്തില്ല, ഇത് ഭയങ്കര പ്രശ്നമായിട്ടുള്ളൊരു കേസാണെന്നും പീഡന കേസാണെന്നും പ്രമാദമായ കേസാണെന്നും നമ്മൾ ഇതിനകത്തെങ്ങാനും ഇടപെട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഭയങ്കര വിപത്തായി വരുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അച്ഛൻ വേറെ ഒന്നും ചെയ്യേണ്ട, അത് എന്നെ കാര്യമൊന്നും ചോദിക്കാവില്ല, പെങ്കൊച്ച് വേറെ കുഴപ്പമുള്ള പെങ്കൊച്ചൊന്നും അല്ല, അതൊരു ഓർഫണാച്ചാ, അപ്പോൾ അച്ഛൻ കൂടുതലൊന്നും ഇതിനകത്ത് ഇടപെടാൻ നിൽക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മോള് വിഷമിക്കേണ്ട, ഞാൻ വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആരും ഇല്ല എന്നുള്ളൊരു ഇതായിരിക്കും പോലീസുകാർ കാണിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയാം. അപ്പം ശരിയെന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ അതും പറഞ്ഞു ആ പെങ്കൊച്ച് അവരോട് ഇന്ന് കാര്യങ്ങൾ പറയാം. അത് കഴിഞ്ഞ ശേഷം CI SI കാണിക്കുന്നത്. അവർ രണ്ടുപേരും കൂടി അലീനയുടെ കാര്യങ്ങൾ സംസാരിക്കുക. അപ്പോൾ SI യോട് CI ചോദിച്ചു, ആ പെണ്ണ് ഒപ്പിട്ട് തന്നോന്ന് ചോദിച്ചു. ഒരു രീതിയിൽ അവൾ സമ്മതിക്കുന്നില്ല സാർ, ഒപ്പിട്ട് തരുന്നില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പറയടോ എന്ന് പറഞ്ഞു. അന്നേരം സാറേ, ആ സംഭവം കഴിഞ്ഞിട്ട് മാസങ്ങളായെന്ന് അവൾ പറയണതെന്ന് പറഞ്ഞു. എടോ, പീഡന കേസിൽ മാസവും വർഷവും പ്രശ്നമല്ലെന്ന് നീ അവളോട് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. പിന്നെ എപ്പോൾ പരാതിപ്പെട്ടാലും അതിന് നിയമപരിരക്ഷ ഉള്ളതാണെന്ന് അറിയില്ലേ എന്ന് ചോദിക്കുമ്പം സർ, പരാതിയിൽ ഒപ്പിടില്ലെന്ന് തന്നെ അവൾ പറയുന്നത്, പിന്നെ എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ CIക്ക് ഭയങ്കര ദേഷ്യം, നമുക്ക് അടിച്ചൊപ്പിടിപ്പിക്കാനായിട്ടുള്ള വകുപ്പും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ സാറേ, പിന്നെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഏത് വിധത്തിലായാലും നമുക്ക് അവളുടെ പരാതി കിട്ടിയേ തീരൂ, ഒപ്പിടിപ്പിച്ചിരിക്കണമെന്ന് CI SI യോട് പറയണം. ഇപ്പോഴത്തെ കേസിന് ഡബിൾ സ്ട്രെങ്ത് കിട്ടാനായിട്ട് അത് കൂടിയേ തീരൂ, അല്ലാതെ ഒരു രക്ഷയും ഇല്ല എന്നും പറയുക. അപ്പോൾ അതൊക്കെ കേട്ട് ഇയാളിങ്ങനെ നിൽക്കുക. അപ്പം മുൻപും അവർ മയക്കുമരുന്ന് നൽകി പെൺകുട്ടികളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജന്മത്ത് പിന്നെ അവർ രക്ഷപ്പെടാൻ പോകുന്നില്ല, അവന്മാർ നമുക്ക് എന്നേക്കുമായിട്ട് പൂട്ടാം എന്നൊക്കെ ഇയാൾ പറയാം. മിനിമം ഒരു 10 വർഷത്തെ ശിക്ഷയെങ്കിലും അവന്മാർക്ക് മേടിച്ചു കൊടുക്കാനും കഴിയുമെന്ന്. അവൾക്ക് അവരോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടെന്നാണ് സാറേ തോന്നുന്നത് എന്ന് SI പറയുമ്പോഴേക്കും, അതിപ്പോൾ ബാലചന്ദ്രൻ ഇഷ്ടം പോലെ കൊടുത്ത് കൈമടക്ക് കൊടുത്ത് ഒതുക്കി വെച്ചിരിക്കുകയായിരിക്കും. മക്കൾക്ക് നേരെ മകന് എതിരെ പരാതി കൊടുക്കുന്നത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് അവൾക്കറിയാം. മാത്രമല്ല ഇനി അയാളും അവളും തമ്മിൽ എന്തെങ്കിലും രഹസ്യ ഇടപാടുണ്ടോയെന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ എന്നൊക്കെ പറയുക CI SI യോട്. പിന്നെ എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും നമുക്ക് അവളെ കൊണ്ട് ഒപ്പിടിപ്പിക്കണം, ഒരു കാരണവശാലും അവളെ വിട്ടയക്കേണ്ട, അവൾ സ്റ്റേഷനിൽ തന്നെ ഇരുന്നോട്ടെ എന്ന് CI പറയണു. കുറേ കഴിയുമ്പോൾ അവൾക്ക് തന്നെ മനസ്സിലായിക്കോളും, പരാതി തന്നിട്ട് സ്ഥലം എഴുതുന്നതാണ് നല്ലതെന്ന്. അവൾ തന്നെ ഒപ്പിട്ട് തന്നോളൂ എന്നും ഈ CI SI യോട് പറയാം. താനേ പരാതി കിട്ടിയ ഉടനെ തന്നെ വിട്ടേക്കാനും പറഞ്ഞേക്ക്. സാറേ, എനിക്ക് തോന്നുന്നില്ല കിട്ടുമെന്നുള്ള കാര്യമെന്ന് പറഞ്ഞപ്പോൾ വലിയ മസിൽ പിടുത്താണ്. ഒരു രാത്രി അവൾ പോലീസ് സ്റ്റേഷനിൽ കേട്ടോ, അതല്ലേ നല്ലതെന്ന് CI പറയാം. പിന്നെ ഒരു 12 മണി കഴിയുമ്പോഴേ ജീപ്പിലോട്ട് കയറ്റി തെളിവെടുപ്പിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. സർ, ഈ തെളിവെടുപ്പിന് എന്നാന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ടുപോകും? എടോ, മറ്റോമാർ കൂട്ടബലാത്സംഗം നടത്തിയ വീട്ടിലേക്ക്, അവിടേക്ക് നമുക്ക് ഇവളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ വെച്ച് നമുക്ക് ചോദ്യം ചെയ്യാടോ എന്നീ CI പറയാം. പിന്നെ ഇതിനു മുമ്പ് നിന്നെ മറ്റോമാരും ഇവിടെ കൊണ്ടുവന്നിട്ടില്ലേ, റേപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ലേ എന്നൊക്കെ അവളോട് ചോദിക്കാവുന്നേ, അതിനാണോ വഴികളില്ലാത്തത്? അപ്പോൾ സാർ അതൊക്കെ വേണോ എന്ന് SI ചോദിക്കുമ്പോൾ CI, എടോ, കീർത്തിയോ സ്നേഹയോ ആരെങ്കിലൊക്കെ കൂടെ പോരട്ടേന്നേ, വനിതാ പോലീസ് ഇല്ല എന്നുള്ള പരാതി ഇനി വേണ്ടല്ലോ. അവളെ കൊണ്ട് കംപ്ലീറ്റ് എഴുതി ഒപ്പിടിപ്പിച്ചിട്ടല്ലാതെ വിടുന്ന പ്രശ്നമില്ലടോ എന്നൊക്കെ CI SI യോട് പറയാം. താൻ ചെല്ല. പിന്നെ ഞാൻ ഈ യൂണിഫോം ഇട്ട് നടക്കാൻ തുടങ്ങിയിട്ടേ വർഷം കുറേ ആയെന്ന് CI SI യോട് പറയണു. ഇത്ര അടമൻ്റായ ഒരു പെണ്ണിൻ്റെ മുന്നിലേ നമ്മൾ അങ്ങനെ തോറ്റു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അവൾ നാളെ മീഡിയക്കാരോട് പരാതിപ്പെട്ടാലോ സാറെന്നും പഴയ കാലമല്ലാന്നും SI CI യോട് പറയുക കേട്ടോ. പിന്നെ സോഷ്യൽ മീഡിയ വഴി എല്ലാം പെട്ടെന്ന് പരക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്ന് സാറിന് അറിയില്ലെന്ന് ചോദിച്ചപ്പോൾ, അവൾ എന്തോന്ന് പറഞ്ഞ് പരാതിപ്പെടാനാടാ? അവൾക്കൊന്നും പറയാൻ പറ്റത്തില്ല, നമ്മളവളെ പീഡിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നൊന്നും അല്ലല്ലോ, ആണോ? ഒരു ക്രൈം അവൾ മറച്ചു വെച്ചു, അതിൻ്റെ പേരിൽ പിന്നീട് അതേ ക്രൈം തന്നെ വീണ്ടും നടന്നു. അപ്പോൾ പ്രതികളെ രക്ഷിക്കാൻ മനഃപൂർവ്വം കൂട്ടുനിന്നതല്ലേ, അത് തെളിയിക്കാനാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അവിടെ ഒരു പ്രശ്നമില്ല. പിന്നെ ഞാനിരിക്കുന്ന സ്റ്റേഷനിൽ എൻ്റെ ഇഷ്ടമല്ലാണ്ട് തന്നെ ഇഷ്ടമാണോടാ നടപ്പിലാക്കേണ്ടതെന്ന് SI യോട് CI ചോദിക്കുക. പിന്നെ താൻ ചെല്ലടോ എന്ന് പറഞ്ഞ് SI പറഞ്ഞു വിട്ടു. CI എന്നിട്ട് ഭയങ്കര എന്തോ മുൻവൈരാഗ്യമുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടക്കുക കേട്ടോ, ഇരിക്കുക കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ബാലൻ ഇങ്ങനെ ആശുപത്രിയിൽ കിടക്കുന്നു. ആ സമയത്ത് അങ്ങോട്ടേക്ക് ഗോവർദ്ധൻ്റെ ഭാര്യ
സുലോചന വന്നു. അപ്പോൾ നീ വന്നോ, നിന്നോട് ആരാ പറഞ്ഞത് വരാനെന്ന് ബാലൻ സുലോചനയോട് ചോദിച്ചപ്പോൾ ചേട്ടനാ പറഞ്ഞു എന്ന് പറഞ്ഞു. ഏതപ്പൻ വന്നു ഹോസ്പിറ്റലിൽ കിടന്നാലും നീ മാത്രമേ ഉള്ളൂ അവരെയൊക്കെ നോക്കാൻ, അപ്പം ഞാൻ പോരെ എന്ന് സുലോചന ബാലനോട് ചോദിക്കാട്ടോ. അപ്പം അത് കേട്ടപ്പം ബാലനൊന്ന് ചിരിച്ചു. വകുപ്പും ന്യായമൊക്കെ പറയാനേ 100 പേര് ചുറ്റിനുമുണ്ട്. ഒരു വയ്യാഴിക വരുമ്പോൾ താങ്ങാൻ 1-2 പേരും മാത്രം. അപ്പം ഞാനുണ്ടല്ലോ ബാലേട്ടാ, പിന്നെന്താ, അങ്ങനെ വിചാരിക്കുക എന്ന് സുലോചന ബാലനോട് പറയാം. അലീന എവിടെ പോയി, അവളെന്താ വരാത്തെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ സുലോചന ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഉച്ച കഴിയുമ്പോൾ വരാമെന്നും പറഞ്ഞ് പോയ ആളാണല്ലോ എന്ന് ബാലൻ ഇങ്ങനെ സുലോചനയോട് പറയട്ടെ. അപ്പോൾ സുലോചനയ്ക്ക് പറയാതിരിക്കാൻ പറ്റിയില്ല. അപ്പോൾ സുലോചന കാര്യങ്ങൾ പറയുവാണ്. ഇനിയിപ്പോൾ മറച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല ബാലേട്ടാ, ഞാനത് പറയാമെന്ന് പറഞ്ഞു. അലീനെ പോലീസുകാർ കൂട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞു. കൂട്ടിക്കൊണ്ട് പോവേ, എങ്ങോട്ട്? പോലീസ് സ്റ്റേഷനിലേക്കാണെന്നാണ് പറഞ്ഞത്. പോലീസ് സ്റ്റേഷനിലേക്കോ? നീ എന്തൊക്കെയാ സുലോചന ഈ പറയുന്നത്? ഗോവർദ്ധൻ ആ കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ. അപ്പോൾ ബാലേട്ടനെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടായിരിക്കും ഒരു പക്ഷേ അത് പറയാതിരുന്നതെന്ന് സുലോചന പറയാം. അല്ല, അലീനെ എന്തിനാ പോലീസ് ചോദ്യം ചെയ്യുന്നത്? എന്തിനാ പിടിച്ചോണ്ട് പോയത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്താ ഇത്? അപ്പോൾ രോഹിയുടെ കാര്യം എന്തെങ്കിലും ചോദിക്കാനായിരിക്കും. അതിന് പോലീസ് സ്റ്റേഷനിലേക്കൊക്കെയാണോ കൊണ്ടുപോകേണ്ടത്? വീട്ടിൽ വന്ന് ചോദിച്ചാൽ പോരെ? എന്തിനാ പിടിച്ചോണ്ട് പോയത്? അവളൊരു വീട്ടിലെ പെൺകുട്ടിയല്ലേ, ഒളിച്ചു നടക്കുന്ന ക്രിമിനലൊന്നും അല്ലല്ലോ. അപ്പോൾ ചോദ്യം ചെയ്തത് കഴിയുമ്പോൾ വിട്ടേക്കും. ഇതെന്തൊരു അനീതിയാണ് ഇവിടെ ഈ നടക്കുന്നത്? അതും ഞാൻ ഈ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ എന്താ ഇത്? ഇവനൊന്നും എന്താ മനസാക്ഷിയില്ലേ? അവൻ്റെ മകളെ ആണെങ്കിൽ അവനിങ്ങനെ പിടിച്ചോണ്ട് പോവുക, ഒരു തെറ്റും ചെയ്യാതെ? ഇവരൊക്കെ എന്താ ഭാവിച്ചേക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ബാലൻ ദേഷ്യപ്പെടും. സാർ ഇങ്ങനെ കോപിക്കരുത്, റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാറിനെ ഇവിടെ കിടത്തിയേക്കുന്നതെന്ന് പറഞ്ഞു. ഞാനിവിടെ ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞപ്പോഴേ അവൻ ആള് കളിക്കുക. അപ്പോൾ റാസ്കൽ, അവന് പോലീസുകാരനാണോ തെണ്ടി എന്നൊക്കെ പറഞ്ഞ് ബാലൻ ഒച്ച വയ്ക്കുന്നു. സാർ പ്ലീസ് സാർ ഇങ്ങനൊന്നും പറയരുതെന്നൊക്കെ പറഞ്ഞു. അപ്പം നിങ്ങളോട് ആരാ ഇതൊക്കെ ഇവിടെ ഒന്ന് പറയാൻ പറഞ്ഞതെന്ന് ചോദിച്ചു. സുലോചനയോട് ഈ നേഴ്സ് ദേഷ്യപ്പെടുക. ഇതൊരു ഹാർട്ട് പേഷ്യൻ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാമേലേ, നിങ്ങളുടെ ബ്രദറല്ലേ ഒന്നുമില്ലെങ്കിൽ നിങ്ങളെന്ത് ഇങ്ങനെയൊക്കെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുന്നേ. അപ്പോൾ ബാലന് ഭയങ്കര ദേഷ്യം. അവന് മനസ്സിലായി ചോദിക്കാനും പറയാനും ആളില്ലാന്ന്. നിന്റെ ഫോണിങ് എന്നേ എന്ന് പറഞ്ഞിട്ട് സുലോചനയുടെ ഫോൺ മേടിക്കുമ്പോൾ വേണ്ട ബാലേട്ടാ വേണ്ട എന്ന് പറഞ്ഞു. അതൊക്കെ ചേട്ടൻ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. ബാലേട്ടൻ അവിടെ അടങ്ങി കിടന്നാൽ മതി എന്ന് പറഞ്ഞു. നിന്റെ ഫോണിങ് തന്നടി, തരാനാ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ ഫോൺ എടുത്ത് വിളിച്ചു. അപ്പോൾ കൃഷ്ണ അവിടെ ഇരിക്കുമായിരുന്നു. അപ്പോൾ കൃഷ്ണ അവിടെ ഇരുന്നപ്പോൾ ഫോൺ റിങ് ചെയ്തു. ഓടി വന്ന് കൃഷ്ണ ഫോൺ എടുത്തു കേട്ടോ. അപ്പോൾ കൃഷ്ണ ഫോൺ എടുത്തപ്പോൾ ബാലൻ ഹലോ ഇത് അലീനയുടെ ഫോണല്ലേ എന്ന് അച്ഛൻ മോളോട് ചോദിക്കുക. പെട്ടെന്ന് കൃഷ്ണ അയ്യോ അച്ഛനാണോ, ഞാൻ നോക്കിയില്ല, ഞാൻ പെട്ടെന്ന് വന്ന് എടുത്തായിരുന്നു എന്ന് കൃഷ്ണ പറഞ്ഞു കേട്ടോ. അപ്പോൾ ചോദിച്ചത് കേട്ടില്ലേ, ആ ഫോൺ എങ്ങനെ നിൻ്റെ കയ്യിൽ വന്നു എന്ന്? അലീനയുടെ കയ്യിൽ എന്താ ഫോണില്ലേ എന്നൊക്കെ ബാലൻ ഇങ്ങനെ കൃഷ്ണയോട് ചോദിക്കുക. അപ്പം ഇല്ല അച്ഛാന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അലീനയുടെ കയ്യിൽ ഫോണില്ലാത്തത്? പറ, എന്താ നിങ്ങൾ രണ്ടുപേരും കൂടെ എന്താ ഫോൺ വെച്ച് മാറിയോ എന്നൊക്കെ ബാലൻ ഇങ്ങനെ കൃഷ്ണയോട് ചോദിക്കുക. കൃഷ്ണയ്ക്കാണെങ്കിൽ ടെൻഷനായിട്ടും പാടില്ല, പേടിയായിട്ടും പാടില്ല. അലീന ചേച്ചിയെ പോലീസ് കൊണ്ടുപോയ അച്ഛാ എന്ന് കൃഷ്ണ ഇങ്ങനെ പറയാം കേട്ടോ. ചോദ്യം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയതാണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പം അലീനയെ പോലീസ് കൊണ്ടുപോയെങ്കിൽ ആ വിവരം എന്തുകൊണ്ട് നീ എന്നെ അറിയിച്ചില്ല എന്ന് ബാലൻ അന്നേരം കൃഷ്ണയോട് ചോദിക്കുക. ഇത് കേട്ടപ്പം അത് പിന്നെ അറിയിക്കാൻ അച്ഛൻ്റെ കയ്യിൽ ഫോണില്ലല്ലോ. ഫോൺ വേണോ നിനക്ക് തന്നെ അറിയിക്കാൻ? ഇവിടെ വന്നൊന്ന് പറയാൻ പാടില്ലായിരുന്നു നിനക്ക്? അവിടുന്ന് 1/2 മണിക്കൂർ പോലും വേണ്ടല്ലോ ഇവിടേക്ക് എത്താൻ. എന്താ നീ വരാതിരുന്നത്? അതും പിന്നെ അച്ഛന് വയ്യാതിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ അറിയിക്കാതിരുന്നത്. ഓ, എനിക്ക് വയ്യെങ്കിൽ പിന്നെ അവിടെ ആരെങ്കിലും ചത്തുപോയാലും എന്നെ അറിയിക്കണ്ട അല്ലേ? അതാണോ ഉദ്ദേശിച്ചത്? അപ്പം അച്ഛൻ ചുമ്മാ ഇങ്ങനെ ദേഷ്യപ്പെടാതെ അച്ഛാ, അത് അലീന ചേച്ചിയും പറഞ്ഞായിരുന്നു അച്ഛനെ അറിയിക്കരുതെന്ന്, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നതെന്നിങ്ങനെ കൃഷ്ണ പറയാം. അപ്പം എല്ലാവരും കൊള്ളാം, ഫോൺ വെച്ചേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. എന്നിട്ട് ബാലൻ അവിടെ നിന്ന് എഴുന്നേക്കാൻ നോക്കുക. അപ്പോഴത്തേക്കും നേഴ്സും സുലോചനയും കൂടെ തടഞ്ഞു. സാർ ഇത് എന്നെ കാണിക്കുന്നു, അവിടെ കിടക്ക, എങ്ങോട്ട് പോവുക? ബാലേട്ട പോവല്ലേ ബാലേട്ട, അവിടെ കിടക്കുന്നു പറഞ്ഞു. വേണ്ട സാർ ഒന്ന് കിടക്കെന്നും പറഞ്ഞു പിടിച്ചവിടെ കിടത്തി. അത് കഴിഞ്ഞപ്പോൾ ബാലൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ഇങ്ങനെ ടെൻഷനായിട്ട് അങ്ങനെ കിടക്കും. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന വൈജ കേട്ടോ. വൈജ ഇങ്ങനെ അവിടെ കിടക്കുമ്പോൾ ഒരു നേഴ്സ് വന്നു. മാഡത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഒരു പുള്ളിക്കാരൻ്റെ സിസ്റ്റർ ബൈസ്റ്റാൻഡറായിട്ട് വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സുലോചനയാണോ? ആ ചേച്ചി ഒരു കാര്യം പറഞ്ഞപ്പോൾ സാറ് വല്ലാണ്ടങ്ങ് ദേഷ്യപ്പെട്ടു, വയലൻ്റ് ആയെന്നൊക്കെ നേഴ്സ് പറയാം. അപ്പം എന്നാ കാര്യമാണ് പറഞ്ഞേ? അലീന എന്ന് പറയുന്ന പെങ്കൊച്ചിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നേരാണോ എന്ന് ചോദിച്ചുകൊണ്ട് വൈജയ്ക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ എന്തിനാ പോലീസ് പിടിച്ചുകൊണ്ട് പോയെന്ന് ചോദിച്ചു. അത് പറഞ്ഞതൊന്നും ഞാൻ കേട്ടില്ല എന്ന് പറഞ്ഞു. അതൊക്കെ ഒന്ന് ചോദിക്കാൻ മേലായിരുന്നു എന്നേ. അപ്പം ഞങ്ങളുടെ ജോലിയൊന്നും അല്ലല്ലോ ചേച്ചി അത്. ഇപ്പം ലോക്കപ്പിലായിരിക്കും അവളല്ലേ. എന്തിനാ പോലീസ് പിടിച്ചതെന്നൊന്നും അറിഞ്ഞിരുന്നെങ്കിൽ. അതെ, ഒരു ഉപകാരം ചെയ്തു തരാവോ? എന്നാ? ആ സുലോചനയോട് ഒന്നിങ്ങോട്ട് വരാൻ പറയോ, ഞാൻ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. അപ്പം അത് ഞാൻ പറഞ്ഞോളാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരിയെന്നും പറഞ്ഞുകൊണ്ട് ഈ പുള്ളിക്കാരി അങ്ങ് ഇറങ്ങിപ്പോയി. വൈജ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ കിടക്കും അവിടെ. അപ്പോൾ ആ തൊട്ടപ്പുറത്തിരിക്കുന്ന നേഴ്സ്
ഈ വൈജയുടെ സന്തോഷവും ഈ ചിരിയും ഒക്കെ കണ്ടു കേട്ടോ. കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും മേഡത്തിൻ്റെ മോളാണെന്ന് പറഞ്ഞ പെണ്ണല്ലേ അലീന എന്നിങ്ങനെ ചോദിക്കുക. അപ്പോൾ എൻ്റെ മകളൊന്നും അല്ല, വേറെ ഏതോ പിഴച്ചവളാ, അവളുടെ തള്ള. അപ്പോൾ സാറിൻ്റെ മകളാണോ എന്നാ നേഴ്സ് ചോദിച്ചു കേട്ടോ. അതൊക്കെ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറയുന്നല്ലേ എന്നൊക്കെ വൈജ നിന്ന് പറയാം. സ്വയം പിഴച്ചവളാണെന്ന് സ്വന്തമായി ഇങ്ങനെ എന്നാ പറയുന്നത്, സ്വന്തമായിട്ടൊരു പദവിയൊക്കെ കൊടുത്ത് ചേച്ചി ഇങ്ങനെ അവിടെ കിടക്കുക. എന്തായാലും അവളെ പോലീസ് കൊണ്ടുപോയല്ലോ. അത്രേ ആശ്വാസം. അപ്പോൾ അതിനെത്ര സന്തോഷിക്കാൻ എന്നാ ചേച്ചി ഇത്ര ഇരിക്കുന്നത്? അതൊരു പാവം പെണ്ണല്ലേ, വയറ്റത്ത് കത്രിക കൊണ്ട് കയറിയിട്ട് ഈ ഹോസ്പിറ്റലിലല്ലായിരുന്നോ തൊന്നിക്കെട്ടിയതും ചികിത്സിച്ചതും ഒക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേഴ്സ് പറയാം. അപ്പോൾ അത് കേട്ടപ്പോൾ അവളുടെ കയ്യിലിരിപ്പ് ഒട്ടും ശരിയല്ല, അതിനുള്ള ശിക്ഷയാണ്. അപ്പം മേഡം 2 കയ്യും കാലും ഒടിഞ്ഞ് ഇവിടെ കിടക്കുന്നതോ അത് ശിക്ഷയാണോ എന്നാ നേഴ്സ് ചോദിച്ചപ്പോൾ ചമ്മിപ്പോയി. പിന്നെ മിണ്ടാട്ടമില്ല, മൗനവ്രതത്തില്ല. അപ്പോഴാണ് ഇതേ നമ്മുടെ സുലോചന അങ്ങോട്ടേക്ക് വന്നത്. നീ എന്നെ ഒരുത്തിയാടി, നീ വന്നിട്ടെന്നാടി ഇങ്ങോട്ടൊന്നും വരാത്തേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ബാലേട്ടൻ്റെ അടുത്ത് വന്നതാ. ബാലേട്ടനല്ലേ ആരും ഇല്ലാത്തത്, ചേച്ചിക്ക് ആങ്ങളമാരും സ്വന്തക്കാരും ഒക്കെ ഉണ്ടല്ലോ എന്ന് ഇങ്ങനെ സുലോചന വൈജയോട് പറഞ്ഞപ്പോൾ എനിക്കുള്ളതും ബാലചന്ദ്രൻ ഇല്ലാത്തതും ഒക്കെ കണക്കാടി. അല്ല, അലീനയെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ കേട്ടല്ലോ. അപ്പോൾ മറ്റേ നേഴ്സും ഇവിടെ ഇരുന്ന നേഴ്സും അവിടെ ഉണ്ട്. നേരാണോടി? അതെ, പോലീസ് കസ്റ്റഡിയിലായിപ്പോൾ എന്നിങ്ങനെ പറഞ്ഞു. ചോദ്യം ചെയ്യാൻ വിളിച്ചുകൊണ്ട് പോയതായിരിക്കും അല്ലേ? അപ്പോൾ അതേന്നാ ചേട്ടൻ പറഞ്ഞതെന്ന് പറഞ്ഞു. നന്നായതേ ഉള്ളൂ. അവൾക്കേ അഹങ്കാരം കുറച്ചൊന്നും അല്ലായിരുന്നു. അപ്പം നന്നായെന്നോ? ചേച്ചിയുടെ മോൻ അവളെ മയക്കുമരുന്ന് കൊടുത്ത് ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചിട്ടേ എന്തുകൊണ്ട് പോലീസിൽ പരാതിപ്പെട്ടില്ല എന്ന് ചോദിക്കാൻ വേണ്ടിയാ അലീനെ വിളിച്ചുകൊണ്ട് പോയത് എന്ന് സുലോചന പച്ചയ്ക്ക് അങ്ങ് വിളിച്ചു പറഞ്ഞു. ഇത്രയും നേരം കിടന്ന് കുറച്ചുകൊണ്ടിരുന്ന നമ്മുടെ വൈജയുടെ അണ്ണാക്കിൽ പിരിവെട്ടിപ്പോയി. ഇങ്ങനെ മിണ്ടാട്ടം മുട്ടി ഇങ്ങനെ കിടക്കുക. അണ്ണാക്കിൽ തന്നെ ബോംബിട്ട് പൊട്ടിച്ചു എന്ന് തന്നെ പറയാം. വലിയ ഷോ കാണിച്ചതാണ്. നേഴ്സുമാർ അന്തം വിട്ട് ഇങ്ങനെ നോക്കുക. അലീനയുടെ കേസ് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും വൈജ വിളറി വെളുത്ത് നാറി പുഴുത്ത് അവിടെ കിടക്കുക കേട്ടോ. അപ്പം ചേച്ചിയുടെ മോനെതിരെ പോലീസുകാർ നിർബന്ധിച്ച് പോലീസുകാർ പരാതി മേടിപ്പിക്കും, അത് ഉറപ്പായി ചേച്ചി. രോഹിത്തിൻ്റെ കേസ് ഒന്നുകൂടി ബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പോലീസുകാർ അങ്ങനെ ചെയ്യുന്നത്. അതാണോ നന്നായെന്ന് നിങ്ങൾ പറഞ്ഞേ എന്ന് സുലോചന ഇപ്പം ചോദിക്കാം കേട്ടോ. അപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഉരുകും അവിടെ കിടന്ന് ചേച്ചി. അപ്പം നേഴ്സുമാരിങ്ങനെ നോക്കുവാണേ. ചേച്ചിയുടെ മോൻ അവളെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചപ്പോഴേ അവൾ തന്നെ കത്രിക എടുത്ത് കുത്തി സ്വന്തം വയറ്റിൽ അവൾ കുത്തി കയറ്റിയത്. അങ്ങനെ അതും പറഞ്ഞ് കംപ്ലൈൻറ്റ് തയ്യാറാക്കി അലീനെ കൊണ്ട് ഒപ്പിടിപ്പിക്കാൻ നിൽക്കുക പോലീസുകാർ. ചേച്ചിക്ക് അത് അറിയാവോ എന്ന് ചോദിച്ചു. അയ്യോ ജമ്മി വളരെ ഇടയ്ക്കിടയ്ക്ക് നേഴ്സുമാരെ നോക്കുന്നുണ്ട് വൈജയ്ക്ക് ഇരട്ടടി ആയിപ്പോയത്. ഒപ്പിടാനേ അലീനെ ഇതുവരെ സമ്മതിച്ചിട്ടില്ലെന്നാണ് കേട്ടോ. പിന്നെ ചേച്ചിയുടെ ഈ സന്തോഷം കണ്ടാലേ അവൾ ചിലപ്പോൾ ഒപ്പിട്ട് കളഞ്ഞേക്കും എന്നും പറഞ്ഞു. നീ എന്തിനീ അതൊക്കെ ഇപ്പം ഇവിടെ പറയുന്നേ? ചേച്ചി ആദ്യം +2 പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ പിടിച്ച കൂട്ടബലാത്സംഗം നടത്തിയ മകനെയും ആങ്ങളയുടെ മകനെയും എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കാൻ പറ്റുമോ എന്ന് ആദ്യം നോക്കാൻ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് എന്നിട്ട് മതി അലീനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി എന്നും പറഞ്ഞ് സന്തോഷിക്കേണ്ട ഈ കാഴ്ച കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി. സുലോചന അങ്ങ് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടേക്ക് ആരാ ഇങ്ങോട്ട് കയറ്റിവിട്ടത് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന് നേഴ്സിനോട് ചൂടാവുക വൈജ. മേഡം പറഞ്ഞിട്ടല്ലേ കൊണ്ടുവന്നതെന്ന് ചോദിച്ചു. ഇവൾ ഇത്രയ്ക്ക് വിഷമാണെന്ന് ആരറിഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് വൈജ ഇങ്ങനെ കിടക്കാം. മോൻ്റെ ബലാത്സംഗ കേസൊന്നും വൈജയ്ക്ക് പ്രശ്നമല്ല, ഇത്രയും തരം താഴ്ന്നൊരു സ്ത്രീയാണല്ലേ കിടക്കുന്നതെന്ന് ഓർത്തിട്ട് ആ നേഴ്സുമാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പുച്ഛിച്ച് ചിരിക്കുക വൈജയെ. അതൊന്നും വൈജയന്തേക്ക് മനസ്സിലാവില്ല. അത് കഴിഞ്ഞ് പിന്നെ വൈജ ഇങ്ങനെ വളരെ വെളുത്തവിടെ കിടക്കുക. പിന്നെ രാത്രിയായി. അലീന പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന കാണുന്നത്. CI പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു. അലീന അവിടെ തന്നെ ഇരിക്കുന്നു. ഇയാൾ വന്നിട്ട് മുകളിലത്തെ സ്റ്റെയർ കയറി പോവുക. അലീന ഇയാളുടെ മുഖത്ത് നോക്കുകട്ടെ, ഇയാളെ മൈൻഡ് ചെയ്യാട്ടെ ചെയ്തില്ല. അത് കണ്ടപ്പോൾ ഇയാൾക്കൊരു ചൊറിച്ചിൽ. പോയ ഇയാൾ തിരിച്ചിറങ്ങി വന്നു. എന്നിട്ട് ഇവള് വല്ലതും പറഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചു. ഒന്നും പറഞ്ഞില്ല. ഇവളെ മുകളിലോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു ചോദ്യം ചെയ്യാൻ. അപ്പം ഇവിടെ വെച്ച് ചോദ്യം ചെയ്തായിരുന്നു സാറിന്. അപ്പോൾ എന്താ പോലീസുകാർ പറയാം, പരാതി തരാമെന്ന് ഇവൾ സമ്മതിച്ചോ എന്ന് ചോദിച്ചു. ഇല്ലല്ലോ, അവളെ സമ്മതിച്ചിട്ടില്ലല്ലോ. ഒരു വലിയ ക്രൈം നടന്നിട്ടും പ്രതികളെ രക്ഷിക്കുന്ന നിലപാട് അത് ശരിയല്ലല്ലോ എന്ന് CI പറയാട്ടോ. അലീന മൈൻഡേ ചെയ്യുന്നില്ല. കുറ്റം മറയ്ക്കാൻ കൂട്ടുനിൽക്കുന്നവരും കുറ്റകൃത്യത്തിൽ പങ്കാളികളാണെന്ന് CI അവിടെ നിന്ന് ഇങ്ങനെ പറയാം. എന്നിട്ട് നമ്മളെ മുകളിലോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ട് അയാൾ മുകളിലോട്ട് കയറിപ്പോയി. അപ്പോൾ ആ പോലീസുകാർ വന്നിട്ട് നീ എന്തിനാ കൊച്ചെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഷ്ടപ്പെടുന്നത്, നിനക്ക് ആ പരാതിയിൽ ഒപ്പിട്ട് കൊടുത്തേച്ച് പോയാൽ എന്നാ കുഴപ്പം, അപ്പോൾ എനിക്ക് പരാതി ഇല്ലല്ലോ എന്ന് അലീന പറഞ്ഞു.
അന്നും ഞാൻ പരാതി കൊടുത്തില്ല, പിന്നെ എന്തിനാ ഇന്ന് ഞാൻ പരാതി കൊടുക്കുന്നത് എന്ന് അലീന ചോദിക്കാം. നീ ആ ലോക്കപ്പിൽ കിടക്കുന്ന റേപ്പിസ്റ്റുകൾക്ക് സപ്പോർട്ടാണെന്ന് ചോദിക്കുമ്പം ഞാൻ അവർക്ക് വേണ്ടി ഒരു വാക്ക് പോലും ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ. അവർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം എന്ന് അലീന പറയുന്നു. നിന്നോട് അവർ ചെയ്തെന്താടി കുറ്റമല്ലേ എന്ന് ആ വനിതാ പോലീസുകാർ ചോദിക്കാം. എന്നോട് ചെയ്ത കുറ്റം ഞാൻ അവരോട് ക്ഷമിച്ചു എന്ന് പറയുമ്പം മനുഷ്യരുടെ കുറ്റങ്ങൾ ക്ഷമിക്കാൻ നീ ആരാ, ദൈവമാണോടി എന്നൊക്കെ ചോദിച്ചു. ദൈവങ്ങളും മതങ്ങളും മഹാത്മാരും പുരോഹിതന്മാരും എല്ലാവരും ക്ഷമിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അലീന പറയാം. നീ ഒരു നടയ്ക്ക് പോകുന്ന ലക്ഷണമൊന്നും ഇല്ലല്ലോ എൻ്റെ കൊച്ചേ. തൻ്റെ ഇടമൊക്കെ നല്ലതാ, പക്ഷേ വേണ്ട സ്ഥലത്ത് ആളും തരവും നോക്കി വേണം അത് കാണിക്കാൻ, കേട്ടോ എന്ന് ചോദിച്ചു. പണിക്കർ സാറ് മുകളിലോട്ട് വിളിപ്പിച്ചിട്ടുണ്ടെങ്കിലേ നീ ഒപ്പിട്ടിട്ടേ തിരിച്ചു പോകത്തുള്ളൂ എന്ന് പറഞ്ഞ് എന്താ പോലീസുകാരി പറയാം. അപ്പം അലീന എഴുന്നേറ്റു. ഞാൻ വരാമെന്ന് പറഞ്ഞു. എങ്ങോട്ടാ വരേണ്ടത്? എന്നാ ഇതൊരു പോലീസ് സ്റ്റേഷൻ ആണല്ലോ, പെൺകുട്ടികളെ പിടിച്ചുകൊണ്ട് പോയി പീഡിപ്പിക്കുന്ന അധോലോക കേന്ദ്രമൊന്നും അല്ലല്ലോ, ആണോ എന്ന് ചോദിച്ചു. അതന്നാടി നീ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിച്ചപ്പം മേഡത്തിൻ്റെ സംസാരം കേട്ടിട്ട് എന്നെ ഭീഷണിപ്പെടുത്തുന്നത് പോലെ എനിക്ക് തോന്നിയത്. അപ്പം ഭീഷണിപ്പെടുത്തി നീ എന്നാ ചെയ്യുവടി എന്നാ വനിതാ പോലീസുകാരി ചോദിച്ചു. നീ ആരാടി? നിനക്ക് എന്നാ അടി ഇത്രയ്ക്ക്? ഞാൻ ആരാണെന്ന് നാളെ ഞാൻ കാണിച്ചു തരാം. ഒന്നെങ്കിൽ നിങ്ങൾ എന്നെ കോടതിയിൽ ഹാജരാക്കുമല്ലോ, അപ്പം ഞാൻ കോടതിയിൽ പറഞ്ഞോളാം പോലീസ് സ്റ്റേഷനിൽ എനിക്ക് കിട്ടിയത് എന്താണെന്ന് അലീന ഈ പോലീസുകാരോട് പറഞ്ഞു. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ എന്നെ വിട്ടയക്കണമല്ലോ, വേണ്ടേ? അപ്പം ഞാൻ മീഡിയക്കാരോട് പറഞ്ഞോളാം എന്നോട് എങ്ങനെയാ പെരുമാറിയതെന്നുള്ളത്. അപ്പോഴത്തേക്കും പോലീസുകാരിൽ നിന്നിങ്ങനെ ഉരുളാൻ തുടങ്ങിയിട്ടോ. അലീന ആരാ പൊന്നുമോള്, അപ്പം നിങ്ങളുടെ പേരും ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടെന്നും അലീന പറയാട്ടോ. നീ എന്താടി എന്നെ ഭീഷണിപ്പെടുത്തുവാണോ എന്ന് പോലീസുകാരി അലീനയോട് ചോദിച്ചു. അപ്പം അലീന ഒന്ന് ചിരിച്ചു. നിങ്ങളുടെ ചോദ്യം ചെയ്യൽ ആദ്യം നടക്കട്ടെ മേഡം, എങ്ങോട്ടാണ് ഞാൻ വരണ്ടേ? അപ്പം മോളോട്ട് വാടി എന്ന് പറഞ്ഞുകൊണ്ട് അലീനയും കൂട്ടിക്കൊണ്ട് ഈ പോലീസുകാരി അങ്ങോട്ടേക്ക് കയറി പോകുന്നു. അലീന ഒരു കൂസലും ഇല്ലാതെ ഇങ്ങനെ ആ പിള്ളേരുടെ പുറകെ പോകുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ലേ? എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സി യു അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റാ.